Hi everyone, welcome to Bismi's Food Cart. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്ക്രാമ്പിൾഡ് എഗ് ആണ്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് നമുക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് വേണ്ട പച്ചക്കറി ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞത്, 3 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു തക്കാളി സീഡ് കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഒരു പച്ചമുളക് അരിഞ്ഞത്, ഒരു സവാള നല്ലതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നത്, അതുപോലെ 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞതും, പിന്നെ ആവശ്യത്തിന് കൊറിയാണ്ടർ ലീവ്സുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 3-4 സെക്കൻഡ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചക്കറികളൊന്നും അധികം വേവണ്ട, അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ്സ് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. ക്രിസ്പിനെസ് ഒന്നും പോകാൻ പാടില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയൊന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചക്കറിയും മുട്ടയും എല്ലാം നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നല്ല ഈസി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കൊറിയാണ്ടർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. കൊറിയാണ്ടർ ലീവ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള വെജിറ്റബിൾ സ്ക്രാമ്പിൾഡ് എഗ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ സ്ക്രാമ്പിൾഡ് എഗ് റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.